ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 1000-ലേറെ ഭാഷകൾ പ്രയോഗത്തിലുണ്ടെന്നും ഓരോ ഭാഷയ്ക്കും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. CSR കോൺക്ലേവ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. SIR കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടപടികൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിൽ ഇന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC വിദ്യാർത്ഥികളുമായി കേന്ദ്രമന്ത്രി സംവദിക്കും. പരീക്ഷാ സമ്മർദ്ദം പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി കൌൺസിലിംഗ് സൌകര്യമൊരുക്കി CBSE. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 1000-ലേറെ ഭാഷകൾ പ്രയോഗത്തിലുണ്ടെന്നും ഓരോ ഭാഷയ്ക്കും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് തയ്യാറാക്കിയ 50ഓളം സാഹിത്യകൃതികൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനുഷിക വികാരങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് ഭാഷയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. सभी भाषा की अपनी अपनी मधुरता है, कोमलता है, संवेदनशीलता है. भाषा एक इटरनल चीज है, ये मटेरियल चीज नहीं है. अक्षर शब्द उच्चारण से सीमित नहीं है. एक ही शब्द का अनेक भावार्थ निकलता है. उच्चारण से भावार्थ बदल जाता है. ये सब भारतीय भाषा में समाहित है. തമിഴ് തിരുക്കുറലിന്റെ 45 ഭാഗങ്ങളുള്ള ആംഗ്യഭാഷാ വ്യാഖ്യാന പരമ്പരയ്ക്കൊപ്പം 13 പുസ്തകങ്ങളുടെ പ്രകാശനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നീ ഭാഷകളിലാണ് കൃതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. CSR കോൺക്ലേവ് കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ചെറുക്കുന്നതിനുള്ള സുസ്ഥിരമായ മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യും. ഛത്തീസ്ഗഡിലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ CSR സംരംഭത്തിന് കീഴിലുള്ള ഗിഫ്റ്റ് മിൽക്ക് പ്രോഗ്രാമിന്റെ 3ാം ഘട്ടത്തിനും ശ്രീ അമിത്ഷാ തുടക്കം കുറിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ ഫ്രാൻസ് പര്യടനം പുരോഗമിക്കുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി ഫ്രാൻസ് ഇന്ത്യ പാരീസിൽ സംഘടിപ്പിച്ച യുവപ്രതിഭകളുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഫ്രഞ്ച് അംബാസഡർമാരുടെ 31ാമത് സമ്മേളനത്തിലും ശ്രീ ജയശങ്കർ വിശിഷ്ടാതിഥിയാകും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ലക്സംബർഗിലെത്തുന്ന അദ്ദേഹം ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. കേരളത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ കരട് വോട്ടർ പട്ടിക ഉത്തർപ്രദേശിൽ ഇന്ന് പ്രസിദ്ധീകരിക്കും. അടുത്ത മാസം 6 വരെ ഇത് സംബന്ധിച്ച പരാതികളും അവകാശവാദങ്ങളും ഉന്നയിക്കാൻ വോട്ടർമാർക്ക് സമയം അനുവദിക്കും. മാർച്ച് 6-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. പരീക്ഷാ സംബന്ധമായ സമ്മർദ്ദം പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി സൈക്കോ സോഷ്യൽ കൌൺസിലിംഗ് പിന്തുണ ആരംഭിച്ച് CBSE. 10-12 ക്ലാസുകളിലെ കുട്ടികളുടെ പരീക്ഷാ പേടി അകറ്റി ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും പരീക്ഷയെ നേരിടാൻ സഹായിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സൌജന്യ കൌൺസിലിംഗ് സേവനങ്ങളുടെ ആദ്യഘട്ടം ഇന്നു മുതൽ ജൂൺ 1 വരെ തുടരും. സേവനങ്ങൾക്കായി വിദ്യാർത്ഥികൾക്ക് 1800-118-004 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പരിശീലനം ലഭിച്ച 73 പ്രൊഫഷണലുകളുടെ സേവനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും 24 മണിക്കൂറും ലഭ്യമാണ്. മികച്ച ഭരണവും പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കലും ഉറപ്പുവരുത്തുന്ന പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ 50ാമത് യോഗം പൂർത്തിയായി. 2015-ൽ തുടക്കം കുറിച്ചതു മുതൽ വികസന പദ്ധതികളുടെ കൃത്യമായ അവലോകനവും പൊതുപരാതി പരിഹാരവും ഉറപ്പാക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന വേദിയായും പ്രഗതി പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharati.gov.in PB വേക്കൻസീസ് എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31 ആന്ധ്രാപ്രദേശിലെ വിശാഖ് റിഫൈനറിയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റെസിഡ്യൂ അപ്ഗ്രഡേഷൻ ഫെസിലിറ്റി വിജയകരമായി കമ്മീഷൻ ചെയ്തതിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പിന് ഈ അത്യാധുനിക സംവിധാനം കരുത്തേകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള യാത്രയിലെ നിർണായക ചുവടുവയ്പ്പാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC കോട്ടയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കും. KPS മേനോൻ ഹാളിൽ കേരള കൌമുദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഇന്ന് വൈകുന്നേരം പങ്കെടുക്കും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. പുസ്തകോത്സവത്തിന് മുന്നോടിയായി ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സമുച്ചയത്തെ വർണ്ണശബളമാക്കുന്ന വൈദ്യുതാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം വൈകിട്ട് സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. ഇന്ന് ദേശീയ സിദ്ധ ദിനം. ആഗോള ആരോഗ്യത്തിന് സിദ്ധ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. മഴ മാറി വേനൽ കടുക്കുന്നതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വിരിക്കൊമ്പനും പടയപ്പയും ഉൾപ്പെടെയുള്ള ഒറ്റയാന്മാർ ജനവാസ മേഖലകളിലും അന്തർ സംസ്ഥാന പാതകളിലും ഇറങ്ങുന്നത് യാത്രക്കാരെയും തോട്ടം തൊഴിലാളികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുകയാണ്. കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ ഉടുമ്പൽപേട്ട സംസ്ഥാന പാതയിലും മറയൂർ ചിന്നാർ റോഡിലും കാട്ടാനകൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത് പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം ചിന്നാർ റോഡിലിറങ്ങിയ വിരികൊമ്പൻ മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞത് യാത്രക്കാരെ പെരുവഴിയിലാക്കി. കന്നിമല എസ്റ്റേറ്റ് ഭാഗത്തും കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങുന്നത് മൂലം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര ഭീതിജനകമായി തുടരുന്നു. റോഡിലെ സാന്നിധ്യത്തിന് പുറമെ മൂന്നാർ നടയാർ എസ്റ്റേറ്റിലിറങ്ങിയ 3 കാട്ടാനകൾ തൊഴിലാളിയുടെ ഓട്ടോറിക്ഷ തകർക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും നല്ലതണ്ണി ITD മേഖലയിലും ഒറ്റക്കൊമ്പന്റെ ശല്യം വർദ്ധിച്ചതോടെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. ആനകളുടെ നീക്കം നിരീക്ഷിച്ച് യാത്രക്കാർക്ക് കൃത്യമായ വിവരം നൽകുന്നതിൽ വനംവകുപ്പ് വീഴ്ച വരുത്തുന്നുവെന്നും ആക്ഷേപം ശക്തമാണ്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് കൽമാടി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അസുഖബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലിരിക്കെ പൂനെയിലായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കാലത്ത് റെയിൽവേ സഹമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ഇറാനിലെ പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 35ആയി. 1200-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. ഇറാനിലെ സമ്പദ് വ്യവസ്ഥ തകർച്ച നേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരാഴ്ചയിലേറെയായി പ്രതിഷേധം നടക്കുന്നത്. സ്ഥിതി വഷളായാൽ പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണം. ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കുമോ എന്ന ആശങ്കകൾ തള്ളി പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ. ഗ്രീൻലാൻഡ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഗ്രീൻലാൻഡിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളികൾ ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഡെൻമാർക്കും യൂറോപ്യൻ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 1000-ലേറെ ഭാഷകൾ പ്രയോഗത്തിലുണ്ടെന്നും ഓരോ ഭാഷയ്ക്കും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ.
CSR കോൺക്ലേവ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. SIR കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടപടികൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശിൽ ഇന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC വിദ്യാർത്ഥികളുമായി കേന്ദ്രമന്ത്രി സംവദിക്കും. പരീക്ഷാ സമ്മർദ്ദം പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി കൌൺസിലിംഗ് സൌകര്യമൊരുക്കി CBSE. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.